പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമയിലെത്തിയിട്ടും എവിടെ എത്താത്ത കുറച്ച് നടന്മാരുണ്ട്. അവരെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം ചില നടന്മാർ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സാമ്പത്തികമായിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവില്ല, അവർക്ക് വലിയ പുരോഗമനം ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള നടന്മാരെ കുറിച്ച് ഇന്ന് പറയാം. അതിൽ ഒന്നാണ് മഞ്ചേരി ചന്ദ്രൻ. മഞ്ചേരി ചന്ദ്രൻ കുറേ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെ എത്തിയിട്ടില്ല, പുരോഗമനമില്ല. അതായത് ഒരു വില്ലൻ്റെ കയ്യാളായിട്ടാണ് അധികം ഉണ്ടായത്. പണ്ട് മുതലേ ഉണ്ട്. പക്ഷെ നസീർ സാറിൻ്റെ അണിമൂളിൽ നല്ലൊരു റോളായിരുന്നു വില്ലനായിട്ട്. മെയിൻ വില്ലനായിട്ട് ഒരു പടത്തിലുണ്ടായില്ല. ക്യാറ്റം കിട്ടിയിട്ട് ഇങ്ങനെ മെയിൻ വില്ലനിലാകണ്ട, അങ്ങനെ ആകുന്നില്ല. ഒന്നുകിൽ ഉമ്മറിൻ്റെ അസിസ്റ്റൻറ്റ്, ഇത് ജോസ് പ്രകാശിൻ്റെ കയ്യാളായിട്ട്. പിന്നെ അണിമൂണ് കഴിഞ്ഞാൽ നസീർ സാറിൻ്റെ തന്നെ അയലത്തെ സുന്ദരി, അരിയറിൻ്റെ പടത്തിലുണ്ടാവും. അയലത്തെ സുന്ദരിയിലുണ്ട്, പിന്നെ ഭൂമിദേവി പുഷ്പണിയായിലുണ്ട്. അതിൽ അരിയറിൻ്റെ പടത്തിൽ ചില പടത്തിൽ കാണാം. പിന്നെ ഹർഷഭാഷ്മത്തിലുണ്ട് നല്ല റോളാണ്. പക്ഷേ നല്ല റോൾ എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ എപ്പോഴും ഈ ഒന്നെങ്കിൽ ഗുണ്ട അല്ലെങ്കിൽ വില്ലൻ്റെ കയ്യാൾ, മെയിൻ വില്ലനാവില്ല. അതിൽ പെടുന്നതാണ് ഈ മഞ്ചേരി ചന്ദ്രൻ. നല്ല നടനാണ് മഞ്ചേരി ചന്ദ്രൻ. അന്ന കാലത്ത് സിനിമയിൽ പിന്നെ കാണുമ്പോൾ നമുക്കൊരു ഒരു മഞ്ചേരി ചന്ദ്രൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാവും. പോസ്റ്ററിലൊന്നും കാണില്ല, മഞ്ചേരി ചന്ദ്രനൊന്നും പോസ്റ്ററിൽ ഉണ്ടാവില്ല. അത്യാവശ്യം പോസ്റ്ററിൽ കണ്ടാൽ തന്നെ ഈ പടത്തിൽ അടി ഉണ്ടാവുമെന്ന് മനസ്സിലാവും, മഞ്ചേരി ചന്ദ്രനുണ്ട്. അതാണ് എവിടെ എത്താത്ത ഒരു നടനാണ് മഞ്ചേരി ചന്ദ്രൻ. പിന്നെ തൊടുപുഴ രാധാകൃഷ്ണനുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കുറേ പടത്തിൽ പണ്ട് മുതൽ സത്യം മാഷ് നസീർ സാറിൻ്റെ കാലത്ത് കടൽപ്പാലത്തിലെല്ലാം ഉണ്ട് പോലീസായിട്ട്. പിന്നെ കള്ളിച്ചെല്ലമ്മയിൽ ചായക്കടിയിൽ നിന്ന് അടിയാക്കുന്ന സീന്. പിന്നീട് ഈ വില്ലൻ്റെ കയ്യാൾ എന്ന് പറഞ്ഞോട്ടെ, കയ്യാളുടെ കയ്യാൾ എന്ന് പറയണം. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പെട്ടിയിലെടുത്ത് കൊള്ളസംഘത്തിൽ വരുത്ത് ഒരുപാട് പടത്തിലുണ്ട്, രക്ഷപ്പെടുന്നില്ല. പിന്നെ ഒരു നടനാണ് സ്റ്റാൻലി മോഹമുക്തി എന്നുള്ള പടത്തിൽ വന്നതാണ്. പിന്നീട് ഇത്തിക്കരപ്പക്കി, വെള്ളാണിപ്പരമു, നസീർ സാറിൻ്റെ ശത്രു സമാരത്തിൽ വെള്ളാണിപ്പരമൂല്, ഇത്തിക്കരപ്പക്കിയിൽ, ജംബുലിംഗത്തിൽ, ഇതെല്ലാം അഭിനയിച്ചിട്ടും എവിടെ എത്താൻ പറ്റിയില്ല. ജോസ് പ്രകാശിനെ പോലെയോ ആൾക്കാർ ആദ്യം സ്റ്റാലിൻ വലിയൊരു നടനാവെന്ന് വിചാരിച്ചത്, കൊള്ളക്കാരനായിട്ട്. പക്ഷേ ജോസ് പ്രകാശിനെ പോലെയോ GK പിള്ളയെ പോലെയോ ഗോവിന്ദൻകുട്ടിയെ പോലെയോ പേരെടുക്കാൻ പറ്റിയില്ല. പിന്നെ മഞ്ചേരി ചന്ദ്രന് ഒരു ശത്രു സമാരത്തിൽ കുറച്ച് നല്ല റോളുണ്ട്. മഞ്ചേരി ചന്ദ്രൻ്റെ പിന്നെ അതിൽ ജയൻ ഒരു കളക്കടത്തുകാരനാണ്. അപ്പം ജയൻ ഒരു തോണിയിൽ വരും. അപ്പം ജയൻ തോണിയിൽ വരുമ്പോൾ കടലിൻ്റെ സൈഡിൽ അത് വരില്ല, തോണി എടുക്കാൻ കഴിയില്ല. അപ്പോൾ മഞ്ചേരി ചന്ദ്രൻ ഒരു ബ്രീഫ് കേസായിട്ട് ജയൻ്റെ അടുത്ത് പോകുന്ന സീനാണ്, നീന്തിയിട്ട്. എന്നിട്ട് ആ പെട്ടി ജയനെ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള റോളാണ്. അതിൻ്റെ ഒരു പിന്നാമ്പുറ കഥയുണ്ട്. അത് മഞ്ചേരി ചന്ദ്രൻ വരുന്നത്, ഞാനങ്ങനെ കടലിലോട്ട് നീന്തിപ്പോയി പോകുന്ന സമയത്ത്, ഷൂട്ടിങ് സമയത്ത് കുറേ ആളൊന്നും ഇല്ല. നസീർ സാറിൻ്റെ പിന്നെ ഈ സമയമായിട്ടില്ല, അതുകൊണ്ട് നസീർ സാർ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ സീൻ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നസീർ സാറായിട്ട് അഭിനയിക്കാൻ. അപ്പോൾ പിന്നെ ശശികുമാറും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ മഞ്ചേരി ചന്ദ്രൻ നീന്തിയിട്ട് പെട്ടി കൊണ്ട് കൊടുത്ത് ജയമ്പാടുത്ത് പെട്ടി വാങ്ങി തിരിച്ച് നീന്തിയിട്ട് വരണം. അപ്പോൾ മഞ്ചേരി ചന്ദ്രൻ പറഞ്ഞു, തിരിച്ച് ഞാൻ നീന്തിയിട്ട് കരക്കെത്തുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് ആൾക്കാർ നിരന്ന് നിന്നിന് കടലിൻ്റെ തീരത്ത്. കാരണം മഞ്ചേരി ചന്ദ്രൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഞ്ചേരി ചന്ദ്രൻ പറഞ്ഞു, ഞാൻ പോകുന്ന സമയത്ത് ഇവരൊന്നും ഇവിടെ ഉണ്ടായില്ല. അങ്ങനെ ശശികുമാരോട് അന്വേഷിച്ചു. ശശികുമാർ പറഞ്ഞു, ഒന്നും പറയണ്ട ചന്ദ്ര, നീ കടലിൽ പോയ സമയത്ത് നസീർ സാറ് സൗകര്യം തരുന്നില്ല നമുക്ക്. പയ്യൻ കടലിൽ പോയിട്ടുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഷൂട്ടിങ് കാണാൻ വന്ന ആളെയും കുറേ ആൾക്കാരെല്ലാം നീന്താൻ അറിയുന്ന ആളെല്ലാം പിടിച്ചിട്ട് ഈ കരക്ക് നിൽക്കാൻ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ കൊണ്ടുവന്നൊരു കരക്ക് നിർത്തിച്ചാൽ നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. നസീർ സാറ് പറഞ്ഞു, പയ്യൻ കടലിൽ പോയാൽ അവനെന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പം മഞ്ചേരി ചന്ദ്രൻ പറഞ്ഞു, നസീർ സാറിൻ്റെ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ള ചെറിയ നടന്മാരോട് വരെയുള്ള പിന്നെ ഈ ചെറിയ നടന്മാർക്ക് വരെ ഒന്നും പറ്റാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് നസീർ സാർ എന്ന് പറഞ്ഞ നസീർ സാറിനെ കുറിച്ച് എഴുതിയാണ് ഒരു പ്രാവശ്യം മഞ്ചേരി ചന്ദ്രൻ.
അപ്പോൾ നമുക്ക് ഇതൊരു പിന്നാമ്പൊരു കഥ പറയുന്നത്. പിന്നെ ഈ തൊടുപുഴ രാധാകൃഷ്ണൻ, സ്റ്റാൻലി, ഇത് മൂന്നാളും കഴിഞ്ഞു. പിന്നെ മണവാളൻ ജോസഫ് ഒരുപാട് പടത്തിൽ അഭിനയിച്ചു. പക്ഷേ മെയിൻ കോമഡി നടനായിട്ട് ഇതൊരു പടത്തിൽ വന്നിട്ടില്ല. ഒന്നുകിൽ ബാസിയുടെ ഹെൽപ്പായിട്ട്, അല്ലെങ്കിൽ പിന്നെ ബഹദൂറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കോമഡി പറയും. അല്ലാണ്ട് ബാസി, ബഹദൂർ, കുതിരട്ടം പപ്പു, മാളെല്ലാം വരുന്ന ഒരു മെയിൻ കോമഡി നടനായിട്ട് മണവാളൻ ചേട്ടൻ വന്നിട്ടില്ല. ഏതൊരു പടത്തിൽ നല്ലൊരു ക്യാരക്ടർ വേഷം കിട്ടി. ശ്രീകുമാരൻ ചേട്ടൻ കൊടുത്തത് നസീർ സാറിൻ്റെ ജയിക്കാനായി ജനിച്ചവരിൽ ഷീലയുടെ അച്ഛനായിട്ടോ അമ്മാവനായിട്ടായിട്ടാണ് അതിൽ ഒരു തമ്പുരാനായിട്ട് തിക്കുറിശ്ശിയിൽ കൈകാര്യം ചെയ്യേണ്ട റോള്, നല്ല റോളാണ്. അത് മണവാളന് കിട്ടി. അതേ ഉള്ളൂ മണവാളിനെ എടുത്തു പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പോൾ വെങ്ങോലിയുണ്ട്. പോൾ വെങ്ങോലി കുറേ പടത്തിൽ കോമഡി നടനായിട്ട്, ഇതുപോലെ സ്വതന്ത്ര കോമഡി നടനായിട്ടില്ല, മെയിൻ കോമഡി നടനായിട്ടില്ല. ഒന്നിക്കൽ ഈ മെയിൻ കോമഡി നടന്മാരെ കൂടെ നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയില്ല. അങ്ങനെ ഓരോ പടത്തിൽ അഭിനയിച്ചു. പക്ഷേ ഒരു നല്ലൊരു ഇത് മണവാളിനെ കൊണ്ട് പറഞ്ഞ പറ്റും നല്ലൊരു ക്യാരക്ടർ വേഷം ഒരു പടത്തിൽ കിട്ടിയില്ല. ഔലി എന്നുള്ള പടത്തിൽ കോമഡി അല്ല, സീരിയസ് റോൾ. പോൾ വെങ്ങാലിൻ്റെ ആളെന്ന് പോൾ വെങ്ങാലിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ആർക്കും അറിയില്ല. പോൾ വെങ്ങാല എന്ന് പറയുന്നില്ലാണ്ട് അയാൾ എവിടെയാ വീട് ഒന്നും ആൾക്കാർക്ക് അന്നത്തെ കാലത്ത് അറിയില്ല. ഏകദേശം കാണുമ്പോൾ ബഹദൂറിനെല്ലാം പോലത്തെ അതൊരു നടൻ. പിന്നെ നിലമ്പൂർ ബാലനുണ്ട്, എവിടെ എത്താൻ പറ്റിയില്ല. സമാന്തര സിനിമയിലുണ്ടാകും. അതായത് ഒന്നുകിൽ ഇങ്ങനെ ജമ്മിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ തേങ്ങ വറിക്കുന്നിടത്ത്, തെങ്ങിൻ്റെ വില കയറുന്നിടത്ത് പണിക്കാരോട് തേങ്ങ വറിക്കുന്നെല്ലാം പറയുന്ന റോളിൽ, അല്ലെങ്കിൽ പിന്നെ ഈ വയലിൽ ഞാറ് നടന്നത് ഒരു തോർത്ത് കൊണ്ട് മാത്രം എടുത്തിട്ട് പിന്നെ പാള തൊപ്പിയെല്ലാം ആക്കിയിട്ട് പിന്നെ ഞാറ് നടൽ, ഇങ്ങനെയുള്ള റോളിലെല്ലാം ഉണ്ട്. നല്ല അഭിനയക്കാര നടനാണ്. ഏകദേശം രാജൻ ബി ദേവിനെ പോലെ ഉണ്ട്, മുഖത്ത് കുറച്ച് വസൂരിക്കലെല്ലാം ആയിട്ട്. പക്ഷേ രാജൻ ബി ദേവിനെ പോലും അങ്ങനെയൊന്നും പിന്നെ നടനാകാൻ പറ്റിയില്ല. പിന്നെ ഉള്ളൊരു കൊതുക് നാണപ്പം തൊട്ട് നടനുണ്ട്, കണ്ടാലൊരു പിന്നെ നെല്ലിക്കോട് ഭാസ്കരനെ പോലെ ഉണ്ടാവും. കുറേ പടത്തിലുണ്ട്. നസീർ സാറിൻ്റെ പടയോട്ടത്തിൽ നസീർ സാറിൻ്റെ കപ്പലിൽ അച്ഛൻ കുഞ്ഞ് തട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിൽ കൊതുക് നാണപ്പിന് നല്ല റോളാണ്. പിന്നെ അതുപോലെ ഈ നാടോടിക്കാറ്റിൽ മോഹൻലാലിന് ശ്രീനിവാസനും ജോലി ചെയ്യുന്ന സ്ഥലത്ത് വയലിൽ അടുപ്പിക്കുന്നത് അത് കൊതുക് നാണപ്പനാണ്. ഇതായില്ലേ. ഇതിൽ ഈ പറഞ്ഞ ഇങ്ങനെ കുറച്ച് നടന്മാർ അന്നത്തെ കാലത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ, അതുപോലെ തൊടുപുഴ രാധാകൃഷ്ണന് നല്ല റോള് കിട്ടിയിരുന്നത്. അതും ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ തന്നെ കൊടുത്തത്. ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ ഇങ്ങനെയുള്ള ആൾക്കാർ ചില പടത്ത് നല്ല റോൾ കൊടുക്കും. അക്ഷയപാത്രത്തിൽ മെയിൻ വില്ലൻ തൊടുപുഴ രാധാകൃഷ്ണൻ. ആ ഒരു പടത്തിന് മാത്രമേ ഒരു മെയിൻ വില്ലനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, കോട്ടും സൂട്ടെല്ലാം ഇട്ടിട്ട്. പക്ഷേ തൊടുപുഴയ്ക്ക് ചേരുന്നില്ല കോട്ടും സൂട്ടും. പിന്നെ ഉള്ളത് പിന്നെ പുതിയ തലമുറയിൽ ഇതുപോലത്തെ കുറേ പടത്തിൽ അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെടാൻ പറ്റാത്ത നടനാണ് ജെയിംസ് എന്നിട്ടൊരു നടനുണ്ട്. അത് മമ്മൂട്ടിൻ്റെ പടത്തിൽ കാണാം. ഇങ്ങനെ കുറേ ആൾക്കാർ ഓടി വരുന്നിടത്ത് ഒരു നാട്ടിൽ പുലി ഇറങ്ങിയെങ്കിൽ കുറേ ആൾ ഓടി വന്നിട്ട് നോക്കി നിൽക്കുന്നത് ജെയിംസ് ആയിരിക്കും. അല്ലെങ്കിൽ പള്ളിയിലെ കപ്പ്യാറായിട്ട്, പിന്നെ സ്കൂളിലെ പ്യൂണായിട്ട് മണിയടിക്കൽ, ബെല്ലടിക്കുന്ന സമയമാകുമ്പോൾ ബെല്ലടിക്കണം, ആ ബെല്ലടിക്കുന്ന റോളിൽ, ഇങ്ങനത്തെ റോളിലാണ് ജെയിംസിന് കിട്ടൽ. പിന്നെ ഒരു ടോണിയുണ്ട്. ടോണിനെ കാണാനൊന്നും മോശമൊന്നുമില്ല, നല്ല കാണാൻ കുറച്ച് സ്റ്റൈലിലുണ്ട് ടോണി. പക്ഷെ ടോണിക്ക് കുറേ പടത്തിൽ അഭിനയിച്ചിട്ട് ടോണിക്ക് പുരോഗതിയില്ല. ഒന്നുകിൽ മനോജ് കെ ജയനെ പോലെയോ വേറെ അങ്ങനെ മെയിൻ വില്ലനായിട്ട് ടോണി എത്തിയില്ല. ടോണി ഓഫീസിൽ അല്ലെങ്കിൽ ചില ഹോട്ടലിൽ ഇങ്ങനെയായിട്ട് ചെറിയ റോളാണ് ടോണിക്ക്. ഇതിനിടെ ടോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. ടോണിയെല്ലാം പക്ഷേ കാറിലുണ്ട്, സിനിമയിൽ അഭിനയിച്ച് കാറിലും വാങ്ങിയത്. എന്നാലും ചെറിയ റോളിൽ അഭിനയിച്ചിട്ട് പൈസ കിട്ടിയിട്ട് ഇങ്ങനെ കാറിലും വാങ്ങിയതായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ പൈസക്കാരനായിരിക്കും, അങ്ങനെ എന്താ കാറ് വാങ്ങാൻ. സിനിമയിൽ അഭിനയിച്ചിട്ട് കാറ് വാങ്ങാനൊന്നും കഴിയില്ല ടോണിക്ക്, അതാണ് തോന്നുന്നു. പിന്നെ ഇത് കുറേ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരു അരിപ്പാട് സ്വാമി ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്. പക്ഷെ കുറേ സിനിമയിൽ ചെറിയ റോൾ കാണാം, ചായക്കടക്കാരനായിട്ട് അങ്ങനെയല്ല. അല്ലാണ്ട് ഒരു ക്യാരക്ടർ വേഷം അങ്ങനെയൊന്നും കിട്ടൂല. ഞാൻ മദ്രാസിൽ വാസു സ്റ്റുഡിയോ കാണാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡബ്ബിങ് തിയേറ്ററിൽ കയറിയ കാര്യം പറഞ്ഞില്ലേ. അതിൽ ഞാൻ എഡിറ്റിംഗ് റൂമിൽ കയറിയെന്ന് പറയാം. എഡിറ്റിംഗ് റൂമിലല്ല, ഡബ്ബിങ് തിയേറ്ററിലാണ് കയറിയത്. അവിടെ ഞാൻ സത്യനന്ദിക്കാടും ഗോപിയും ഉണ്ടായിരുന്നു. അവിടുത്തെ ഡബ്ബിങ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ തിയേറ്ററാണ്. ഡോറെല്ലാം വലിയ ഗോഡൗണിലുള്ള ഡോറ് പോലെ വലിയ അങ്ങനെ തുറന്നിട്ട് കയറണം. അത് തുറന്നിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. പക്ഷേ സത്യനന്ദിക്കാടും ഗോപിയും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അതിനകത്ത് കയറിയിട്ട്. ഡബ്ബിങ് തിയേറ്ററിനുള്ളിൽ കയറിയിട്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല. അത് ഞാൻ കാണാൻ കയറിയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അന്നേരം പുറത്തിറങ്ങിയാരോ ഈ അരിപ്പാട് സ്വാമി വാസു സ്റ്റുഡിയോയിൽ ഒരു ചെറിയൊരു മരമുണ്ട് മുറ്റത്ത്. ആ മരത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഈ ഡബ്ബിങ് തിയേറ്ററിൽ നിന്ന് എന്തെങ്കിലും
പിന്നെ ആർക്കെങ്കിലും ഡയലോഗ് പറയാൻ വിളിക്കാൻ അതും കാത്തിട്ടിരിക്കുന്നതായിരിക്കും. സിനിമയിൽ ചെറിയ ചെറിയ റോളുണ്ടെന്നല്ലാണ്ട് ആൾ രക്ഷപ്പെട്ടിട്ടില്ല. ഇങ്ങനെ കുറേ നടന്മാർ മലയാള സിനിമയിൽ പണ്ട് മുതലുണ്ട്. പക്ഷേ ആർക്കും ഇങ്ങനെ ഒരു ചെറിയ ചെറിയ റോൾ അഭിനയിക്കലുണ്ട് അവർ. പക്ഷെ എന്നിട്ടും അവർക്കൊരു പുരോഗതിയിൽ അവരെ കഴിവുകൊണ്ട് പുരോഗതിയിലെത്താൻ പറ്റുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തത്. ഓക്കെ.